നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. എടവിലങ്ങ് കാര ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. പൊതുവിതരണ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാ പ്രിയദർശിനിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. വാർത്തകൾ വിശദമായി. എടവിലങ്ങ് കാര ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. പൊതുവിതരണ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളം രൂപം കൊണ്ട നാളെ മുതൽ കേരളത്തിലെ വിശേഷിച്ചും ഇടതുപക്ഷ ഗവൺമെന്റുകൾ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയ്ക്ക് നൽകിയ ഊന്നൽ ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമ്മുടെ രാജ്യം, നമ്മുടെ നാട് കേരളം ആരോഗ്യ മേഖലയിൽ രാജ്യത്തെ മുന്നേ നടക്കുക മാത്രമല്ല, ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിൽ അമേരിക്കൻ ഐക്യനാടിനേക്കാൾ പുറകിലാണ് നമ്മുടെ നാട് എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. ET ടൈസൺ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 30.80 ലക്ഷം രൂപയും NHM ഫണ്ട് 7 ലക്ഷം രൂപയും ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ 3.51 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് പുതിയ ജനകീയാരോഗ്യ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിലെ 9, 10, 11, 12, 13 വാർഡുകളിലെ മെഡിക്കൽ സേവനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സേവനങ്ങളാണ് ഈ ജനകീയാരോഗ്യ കേന്ദ്രം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, പ്രോജക്ട് ഡയറക്ടർ കോസ്റ്റ് ഫോർഡ് തൃശൂർ PB സരിത പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സുഗത ശശിധരൻ, KS ജയ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിജാലിൽ, മതിലകം ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അഫ്സൽ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു രാധാകൃഷ്ണൻ, ഷാഹിന ജലീൽ, MR കൈലാസൻ, ബ്ലോക്ക് മെമ്പർമാരായ ശോഭന ചാർങ്ങധരൻ, മോനിഷ ലിജിൻ, DMO ഡോക്ടർ ശ്രീദേവി, DPM ഡോക്ടർ സജീവ് കുമാർ, വാർഡ് മെമ്പർമാരായ ഗിരീഷ് കുമാർ, ജോസ്മി ടൈറ്റസ്, സുബി പ്രമോദ്, സുരഭി സുമൻ, ആശ ലത, KK മോഹനൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവി എന്നിവർ സംസാരിച്ചു. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ UDF മെമ്പർമാർ നൽകിയ പ്രമേയം പരിഗണിക്കാത്തതിൽ പ്രതിഷേധം. PM ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ നിരുപാധികം പിന്മാറണമെന്ന വിഷയമാണ് പ്രമേയ മുഖേന UDF അവതരിപ്പിച്ചത്. PM ശ്രീ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും പ്രമേയം സ്വീകരിക്കാൻ കഴിയില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്രയും സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയം പരിഗണിക്കാതിരുന്നതിലാണ് UDF മെമ്പർമാർ പ്രതിഷേധം അറിയിച്ചത്. CPIയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് PM ശ്രീ പദ്ധതിക്ക് അനുകൂലമായി നിന്നതിൽ ദുഃഖം രേഖപ്പെടുത്തി. ഷംസു വെളുത്തേരി, സദക്കത്ത്, MH ബഷീർ, നസീമ നാസർ എന്നിവർ സംസാരിച്ചു. മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ വെഞ്ചിരിപ്പും ഉദ്ഘാടനവും നവംബർ 3 നടക്കുമെന്ന് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 3 മണിക്ക് വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. ഇരിങ്ങാലക്കുട രൂപതാമെത്രാൻ പോളി കണ്ണുകാടൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബെന്നി ബഹനൻ MP മുഖ്യാതിഥിയാകും. VR സുനിൽകുമാർ MLA ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഫാദർ ജോർജ് പാറേമൻ, ബാബു, തോമസ് ആലപ്പാട്ട്, തോമസ് പഴയാറ്റിൽ, സ്റ്റെനി കളപ്പറമ്പത്ത്, പീറ്റർ പാറേക്കാട്ട്, സ്റ്റാൻലി എടാട്ടുകാരൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. 23,757 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. ഈ ഒക്ടോബർ ആയപ്പോൾ അത് പൂർത്തിയാക്കാൻ സാധിച്ചു. ആ പൂർത്തിയാക്കൽ കർമ്മം ഈ വരുന്ന നവംബർ 3 ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷനായ മാർ പോളി കണ്ണുകാടൻ പിതാവ് ആശീർവാദ കർമ്മം നടത്തുകയും വ്യവസായ മന്ത്രി അഡ്വക്കേറ്റ് രാജീവ് സാർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ആ കർമ്മത്തിൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയും ഇന്ന് കോഴിക്കോട് അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായിരിക്കുന്ന ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് അനുഗ്രഹ പ്രഭാഷണം നൽകും. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആനാപ്പുഴ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. എൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ സൗജന്യമായി ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ നാട്ടിലെ
ആരോഗ്യ മേഖലയിലെ ആശുപത്രികൾ മാറിയ വലിയ ഒരു ചരിത്രം നമുക്കിന്ന് സ്വന്തമാണ്. അതാണ് ആർദ്രം എന്ന പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഞാൻ വിശദീകരിക്കുകയല്ല. നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ കോവിഡ് കാലത്ത് മാത്രമല്ല നമ്മുടെ അസുഖങ്ങളുടെ മുമ്പിൽ താങ്ങും തണലുമായി മാറുന്ന ഒരു ആരോഗ്യ സംസ്കാരത്തിന് കേരളം നേതൃത്വം നൽകി. ആ ആരോഗ്യ സംസ്കാരത്തിന് കേരളം നേതൃത്വം നൽകുമ്പോൾ ഏറ്റവും മോശമല്ലാത്ത വിധത്തിൽ കൊടുങ്ങല്ലൂരിനും അതിൻ്റെ ഗുണഫലങ്ങളെ കൊടുങ്ങല്ലൂർ MLAയും കൊടുങ്ങല്ലൂരിൻ്റെ നഗരസഭയും ചേർന്ന് കൊണ്ടുവന്നതിൻ്റെ വളരെ അഭിമാനകരമായിട്ടുള്ള നിരവധി അടയാളപ്പെടുത്തലുകൾ ഇവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ വന്ന് നേരിട്ട് കണ്ടതാണ്. കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ ഇപ്പോൾ 30 ഡയാലിസിസുകൾ വരെ സൗജന്യമായി ചെയ്യാനുള്ള സൗകര്യമൊരുക്കിയിട്ടുള്ളൊരു ആശുപത്രിയായി അത് മാറി. 30 ഡയാലിസിസുകൾ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല. ദിനലിനോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ദിനൽ പറഞ്ഞത് രാത്രി ഷിഫ്റ്റ് കൂടി കൊണ്ടുവന്നാൽ 45 പേരെ വരെ ഞങ്ങൾക്കതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 36.50 ലക്ഷം രൂപയും നഗരസഭയുടെ 15.80 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയത്. VR സുനിൽകുമാർ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലത ഉണ്ണികൃഷ്ണൻ, KS കൈസാബ്, LC പോൾ, ON ജയദേവൻ, ഷീല പണിക്കശ്ശേരി, കൗൺസിലർമാരായ KR ജയത്രൻ, TS സജീവൻ, പാർവതി, ഡോക്ടർ KJ ജീന, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു. വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാ പ്രിയദർശിനിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KH അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തീവ്രവാദികൾ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിലൂടെ ആ വിഘടനവാദത്തെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തതിനെ ധീര വനിത ഇനിയും പിറവിയെടുക്കുമോ എന്ന് അടൽ ബിഹാരി വാജ്പേയി അടക്കമുള്ളവർ ദുർഗയെന്നും വിശേഷിപ്പിച്ച പ്രിയപ്പെട്ട ഇന്ദിരാജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിലാണ് നാം ഒരുമിച്ച്. മണ്ഡലം പ്രസിഡന്റ് മുസമ്മിൽ അധ്യക്ഷനായി. ഹരി കുറ്റിപ്പറമ്പിൽ, മല്ലിക ആനന്ദൻ, മോഹൻദാസ്, ജോർജ് തൊമാന, മഹേഷ് ആലിങ്ങൽ, കബീർ, അബ്ദുൽ സലാം, ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സനീഷ് കുമാർ ജോസഫ് MLAയുടെ കെടുകാര്യസ്ഥതയെ തുടർന്ന് ചാലക്കുടിയുടെ വികസന സ്വപ്നങ്ങൾ പിറകോട്ടടിപ്പിച്ചെന്നാരോപിച്ച് LDF ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസ് മാർച്ചും കുറ്റവിചാരണ സദസ്സും സംഘടിപ്പിച്ചു. സൗത്ത് ജംഗ്ഷനിൽ MLA ഓഫീസിന് സമീപത്ത് വെച്ച് സമരക്കാരെ പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ കുറ്റവിചാരണ സദസ്സ് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നിലവിൽ ചാലക്കുടി MLAക്കെതിരായിട്ടുള്ള കുറ്റവിചാരണയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആ കുറ്റവിചാരണ സംബന്ധിച്ച് ഇവിടെ ഇതിനകം സംസാരിച്ച സദാശോകൻ CPIMന്റെ ചാലക്കുടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്. നമുക്കറിയാം. എനിക്ക് തോന്നുന്നത് വളരെ വിശദമായി ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞ് നിലവിൽ ചാലക്കുടി MLAക്ക് എതിരായിട്ടുള്ള CPI ജില്ലാ കമ്മിറ്റി അംഗം MV ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ കുറ്റവിചാരണാ പത്രം അവതരിപ്പിച്ചു. വിപിൻ ചന്ദ്രൻ, പോളി ഡേവിസ്, യുജിൻ മൊറേലി, ജോസ് പൈനാടത്ത്, സജീവ്, ഷോജൻ ഡി വിധേയത്തിൽ, ജോസ് പൈനാടത്ത് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എടവിലങ്ങ് കാര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. പൊതുവിതരണ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ദിരാ പ്രിയദർശിനിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.